വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സരിൻ ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. സരിനെ മത്സരിപ്പിക്കാൻ CPIM സംസ്ഥാന നേതൃത്വത്തിൽ നീക്കം നടത്തുന്നു. സരിന് വിജയസാധ്യതയുള്ള സീറ്റ് തന്നെ നൽകണമെന്നാണ് CPMന്റെ നിർദ്ദേശം. ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സരിന് നിർദ്ദേശം നൽകിയതായും സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സരിൻ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്തായാലും LDFിലേക്ക് എത്തിയപ്പോഴും പി സരിനെ കൈവിടുന്നില്ല. വിജയസാധ്യതയുള്ള സീറ്റ് ഒറ്റപ്പാലത്ത് തന്നെ മത്സരിക്കണം അല്ലെങ്കിൽ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് CPMൽ നിന്ന് ഉയരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഔദ്യോഗിക നിർദ്ദേശം അത് വരാനുള്ള സമയമായോ? സൈഫുദ്ദീൻ ജിൽസി, ഒറ്റപ്പാലത്ത് പി സരിൻ LDFിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകളാണ് വരുന്നത്. നമുക്കറിയാം, ഈ പി സരിൻ ഒരു വർഷം മുൻപ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ LDFുമായി സഹകരിക്കുന്നത്, CPMുമായി സഹകരിക്കുന്നത്. അന്ന് CPMന്റെ LDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ, അതായത് LDF സ്ഥാനാർത്ഥിയായ, എന്നാൽ ഈ പാർട്ടി ചിഹ്നത്തിലല്ലാതെ അദ്ദേഹം പാലക്കാട് മത്സരിക്കുകയും ഈ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. സരിന് ഒരു ഷുവർ സീറ്റ് വേണം എന്ന ഒരു ആവശ്യം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലത്ത് മത്സരിക്കട്ടെ എന്നൊരു ആലോചനയിലേക്ക് പോകുന്നത്. ഒറ്റപ്പാലത്ത് നിലവിലുള്ള K പ്രേംകുമാർ, അദ്ദേഹം ഒറ്റത്തവണ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ സരിൻ ഈ ഒറ്റപ്പാലത്ത് കുറെ കാലമായി താമസിച്ചതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി വൈവിധ്യങ്ങൾ നിറഞ്ഞ പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു പോയിരുന്നു. ഈ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിച്ചു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്, ഒറ്റപ്പാലത്ത് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതെല്ലാം തന്നെ പരിഗണിച്ച് ഈ സരിൻ നിൽക്കട്ടെ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന് ഇനിയും ഏറെ സമയമെടുക്കും എന്നതിൽ സംശയമില്ല. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മറ്റും CPMൽ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജില്ലയിലെ ഈ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളൊക്കെ അത്തരം ഒരു ധാരണയിലാണ് ഉള്ളത്. ഈ UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിൽ ഈ ഹരിഗോവിന്ദൻ മാഷായിരിക്കും മിക്കവാറും ഈ UDFിന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് ഉണ്ടാകുക. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ ഹരിഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശ ധാരണ വന്ന സമയത്താണ് ഒറ്റപ്പാലത്ത് ഈ സരിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഓഫീസ് പൂട്ടിയിടുകയും അത് വലിയ സംഘർഷത്തിലേക്കും മറ്റും പോയി. പിന്നീട് ഹരിഗോവിന്ദൻ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറുന്നു, പി സരിൻ സ്ഥാനാർത്ഥിയാകുന്നു. ആ സരിൻ LDFിന്റെ ടിക്കറ്റിലാണ് ഇത്തവണ ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നത്. സരിനിത് ജീവൻ മരണ പോരാട്ടമാണ്. ഇക്കുറി ഒറ്റപ്പാലത്ത് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധ്യതകൾ എന്താവും എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി. മാത്രമല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം സരിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നല്ലൊരു സീറ്റ്, വിജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കാനുള്ള സീറ്റാണ്. പക്ഷെ പ്രേംകുമാറിനെ മാറ്റി ഇദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ അലയടിക്കുന്ന ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ കഴിയുമോ എന്നൊക്കെ കണ്ടറിയണം.